നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിഞ്ഞതോടെ ഇനി വിധിയറിയാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. മെയ് 4-നാണ് വോട്ടെണ്ണൽ. പോളിംഗ് ശതമാനം വർദ്ധിച്ചത് മുന്നണികളുടെ ചങ്കിടിപ്പേറ്റുകയാണ്. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ പ്രകാരം 78.27% സംസ്ഥാനത്തെ പോളിംഗ്. കോഴിക്കോടും പാലക്കാടുമാണ് ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത്. പത്തനംതിട്ടയിലാണ് ഏറ്റവും കുറവ്. 1987 ശേഷമുള്ള ഉയർന്ന പോളിംഗ് ശതമാനമാണ് ഇത്തവണത്തേത്. LDF ഭരണ തുടർച്ച പ്രതീക്ഷിക്കുമ്പോൾ 80-ലധികം സീറ്റുകൾ ഉറപ്പാണെന്നാണ് UDF ക്യാമ്പ് വ്യക്തമാക്കുന്നത്. ഭരണവിരുദ്ധ തരംഗമാണ് വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചതെങ്കിൽ 100-ലധികം സീറ്റുകൾ നേടുമെന്നും UDF വിലയിരുത്തുന്നു. തെക്കൻ കേരളത്തിലെ മണ്ഡലങ്ങളിൽ വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. എന്നാൽ കഴിഞ്ഞ തവണത്തെ നേട്ടം ഇത്തവണയും ആവർത്തിക്കുമെന്ന് LDF കരുതുന്നു. ചുരുങ്ങിയത് 3 സീറ്റിലെങ്കിലും ജയിക്കാനാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. കടുത്ത മത്സരം നടന്ന മലബാറിലെ പല മണ്ഡലങ്ങളിലും ഇക്കുറി കനത്ത പോളിംഗ് ആണ് നടന്നത്. വടക്കുള്ള പല ജില്ലകളിലെയും പോളിംഗ് സംസ്ഥാന ശരാശരിക്കും ഏറെ മുകളിലാണ്. SIR-ന് ശേഷമുള്ള ആദ്യ ബലപരീക്ഷണം മലബാറിൽ ആരെ തുണയ്ക്കുമെന്ന ആകാംക്ഷയിലും കണക്കുകൂട്ടലിലുമാണ് മുന്നണികൾ. തൃശൂർ ജില്ലയിലും പോളിംഗ് ശതമാനത്തിൽ കാര്യമായ വർധനവുണ്ട്. 77.11% വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് ശതമാനം ഉയർന്നത് ഗുണകരമാവുമെന്നാണ് മുന്നണികളുടെ പ്രതീക്ഷ. എന്നാൽ SIR-ന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പായതിനാൽ കണക്കുകൂട്ടലുകൾ ശരിയാകുമോ എന്ന കാര്യത്തിലാണ് ആശയക്കുഴപ്പം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിൽ 75% പോളിംഗ്. ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ള ജില്ലയിൽ പോളിംഗ് ശതമാനം ഈ വിധം ഉയരുന്നത് തിരിച്ചടിയാകുമോ എന്നാണ് LDF-ന്റെ ആശങ്ക. അതേസമയം SIR-ന് ശേഷം പുറത്തിറങ്ങിയ വോട്ടർ പട്ടികയിൽ 1.5 ലക്ഷത്തോളം വോട്ടുകൾ ജില്ലയിലെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് UDF-നും കണക്കാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വെട്ടിപ്പോയ വോട്ടുകൾ സ്ഥിരമായി പോൾ ചെയ്യാത്തവ ആയതിനാൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചാലും രേഖപ്പെടുത്തിയ വോട്ടുകളുടെ എണ്ണം കുറവായിരിക്കും എന്നാണ് UDF-ന്റെ കണക്കുകൂട്ടൽ. ജില്ലയിൽ 13 മണ്ഡലങ്ങളിൽ 1 സീറ്റ് മാത്രമാണ് UDF-നുള്ളത്. ഇത്തവണ ചുരുങ്ങിയത് 5 സീറ്റെങ്കിലും പിടിക്കാൻ കഴിയും എന്നാണ് UDF-ന്റെ വിലയിരുത്തൽ. ബൂത്തുകളിൽ നിന്ന് ലഭിച്ച കണക്കുകൾ അനുസരിച്ച് ഓരോ മണ്ഡലങ്ങളിലെയും സ്ഥിതി വിലയിരുത്തി വരികയാണ് മുന്നണികൾ. BJP-യെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം ജില്ല പോലെ തന്നെ വലിയ പ്രതീക്ഷയുള്ള ഇടമാണ് തൃശൂർ, മണലൂർ, നാട്ടിക എന്നീ മണ്ഡലങ്ങളിലാണ് BJP പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത്. ഇവിടെ പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് ഗുണകരമാകുമെന്ന് BJP-യും വിലയിരുത്തുന്നുണ്ട്.